ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ലാസ്റ്റ് ഗോസ്പൽ ചാനലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വേദപുസ്തകത്തിലെ സ്ത്രീകളെക്കുറിച്ചുള്ള ഈ പഠന പരമ്പരയിൽ ഇന്ന് ഒരു പുതിയ കഥാപാത്രത്തെക്കുറിച്ച് പഠിക്കാൻ നാം ഒരുങ്ങുകയാണ്. അബ്രഹാം പിതാവിൻ്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിൻ്റെ ഭാര്യയായ റിബേക്കയെക്കുറിച്ചാണ് നാം പഠിക്കാൻ ഒരുങ്ങുന്നത്. തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ അവസരം ലഭിക്കുന്ന ഒരു പാഠപുസ്തകമാണ് റിബേക്കയുടെ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവളുടെ വിവാഹ ആലോചന മുതൽ നമുക്ക് ആരംഭിക്കാം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അതിനിർണായകമായ തീരുമാനങ്ങളിൽ അതിപ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം. ഒരു വ്യക്തിയുടെ ജീവിതത്തെ അനുഗ്രഹകരമായി കെട്ടുപണി ചെയ്യുന്നതിനും അതുപോലെ തന്നെ തകർത്ത് കളയുന്നതിനും പര്യാപ്തമാകുന്ന ഒരു തീരുമാനമാണത്. അതുകൊണ്ട് തന്നെ എല്ലാ പാരമ്പര്യ സമൂഹങ്ങളിലും വളരെ വിശദമായ പര്യാലോചനകൾക്ക് ശേഷമാണ് പ്രസ്തുത വിഷയം കൈകാര്യം ചെയ്തിരുന്നത്. അടുത്ത കാലം വരെ ഒരാളിൻ്റെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരുന്നത് കുടുംബത്തിലെ മുതിർന്നവരാണ്, പ്രത്യേകിച്ചും മാതാപിതാക്കൾ. കാലം പുരോഗമിച്ചതോടെ, ഇൻവെർട്ടഡ് കോമയിലാണ് ഞാൻ വാക്കുപയോഗിക്കുന്നത്, കാലം പുരോഗമിച്ചതിലൂടെ അതിന് കാര്യമായ മാറ്റം വന്നു തുടങ്ങി. വിവാഹങ്ങൾ പലതും ഇൻസ്റ്റൻ്റ് വിവാഹങ്ങളായി. അവയിൽ പലതിൻ്റെയും ആലോചനയിൽ മാതാപിതാക്കൾക്ക് യാതൊരു പങ്കും ഇല്ലാതെയുമായി. മുൻ തലമുറയേക്കാൾ തങ്ങൾക്ക് അറിവുണ്ട് എന്ന പുതുതലമുറയുടെ ചിന്തയാണ് ഒരു പ്രധാന കാരണം. എന്നാൽ അറിവിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് അനുഭവം എന്ന യാഥാർത്ഥ്യം അവർ മറന്നു കളഞ്ഞു എന്നതാണ് വാസ്തവം. കുഞ്ഞുണ്ണി മാഷിൻ്റെ തലമുറ എന്ന ഒരു കവിതയുണ്ട്. അതിങ്ങനെയാണ്: പഴയ തലമുറയ്ക്ക് തലയില്ലായിരുന്നു, പുതിയ തലമുറയ്ക്ക് മുറയില്ല. ഇതാണ് ശരിക്കും നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലിവിടെ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിന് വേണ്ടി വിവാഹ ആലോചന തുടങ്ങുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. അബ്രഹാം ശ്രദ്ധിച്ച കാര്യങ്ങൾ സമൂഹം തീർച്ചയായും മാതൃകയാക്കേണ്ടവയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അവയൊക്കെ കാലക്രമേണ നമുക്ക് കൈമോശം വന്നു പോയതാണ് എന്നതാണ് വാസ്തവം. ആദ്യമായി അദ്ദേഹം ശ്രദ്ധിച്ചത് ദൈവഭക്തയായ ഒരു ഭാര്യയുടെ സഹകരണത്തോടെ അല്ലാതെ ഒരുവന് ജീവിത വിജയം ഉണ്ടാവില്ല എന്ന സത്യമാണ്. അതുകൊണ്ട് തൻ്റെ മകന് വിവാഹ ആലോചനയുമായി അയക്കുന്ന വീട്ടിലെ മൂപ്പനോട് അദ്ദേഹം പറയുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസഹാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിക്കും. 2 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ദൈവബോധം, 2 സാംസ്കാരിക പൈതൃകം. ദൈവബോധത്തിൻ്റെ കാര്യത്തിൽ കുടുംബത്തിനുള്ളിലെ ഒരുമ അനുഗ്രഹകരമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ഒരു കുടുംബത്തിനുള്ളിൽ പല ദൈവബോധങ്ങളും പല വിശ്വാസബോധ്യങ്ങളും ഒട്ടും ആശാസ്യമല്ല എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള കുടുംബങ്ങളിലെ അനുഭവങ്ങൾ ശലോമോൻ്റെ കുടുംബത്തിലും ആഹാബിൻ്റെ കുടുംബത്തിലും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ആധുനിക കാലത്ത് പല കുടുംബങ്ങളിലും
അതിൻ്റെ തിക്ത അനുഭവങ്ങൾ കാണാൻ കഴിയും എന്നതാണ് വസ്തുത. അബ്രഹാം പിന്നീട് പറയുന്നു, ഞാൻ വിട്ടുപോന്ന ദേശത്തേക്ക് എൻ്റെ മകനെ മടക്കിക്കൊണ്ടുപോകരുത്. ദൈവബോധം പോലെ തന്നെ പ്രധാനമാണ് സാംസ്കാരിക പൈതൃകം. ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന് സാംസ്കാരിക അടിത്തറ ബലവത്തായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സമൂഹങ്ങളും അവരവരുടെ സാംസ്കാരിക തനിമ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനുവേണ്ടി ഏറ്റവും പ്രധാനമായി മറ്റ് സംസ്കാരങ്ങളിൽ നിന്നുള്ള വിവാഹബന്ധങ്ങൾ വിലക്കിയിരുന്നു. എന്നാൽ ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ്റെ ചിന്താഗതിയിലുണ്ടായ മാറ്റങ്ങൾ കാരണം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പഴഞ്ചൻ ചിന്തകളാണെന്നും കാലം മാറുന്തോറും കോലം മാറണമെന്നും ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഇത്തരം പുരോഗമന ആശയങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രചാരം ലഭിക്കുകയും ഇതര മതബോധങ്ങളിൽ നിന്നും ഇതര സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള വിവാഹബന്ധങ്ങൾ സർവ്വസാധാരണയായി മാറുകയും ചെയ്തു. അവ നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെ തിരിച്ചറിയുവാൻ കേൾവിക്കാരുടെ വിവേചന ബുദ്ധിക്ക് ഞാൻ വിടുകയാണ്. അബ്രഹാമിൻ്റെ വീട്ടിലെ മൂപ്പനും അവനുള്ളതിനൊക്കെയും വിചാരകനുമായിരുന്ന ദാസൻ ദമസ്കോസുകാരനായ എലിയാസാർ പറയുന്നത് നോക്കൂ. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ എലിയാസാറിൻ്റെ ഒരു പ്രാർത്ഥനയും ആ പ്രാർത്ഥനയിൽ പെൺകുട്ടിയെക്കുറിച്ചുള്ള തൻ്റെ പ്രതീക്ഷകളും അതീവ ഹൃദ്യമായി വിവരിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥന നോക്കാം. എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ യജമാനനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ. എത്ര ഹൃദ്യമായ ഒരു പ്രാർത്ഥനയാണ് എന്ന് നോക്കൂ. ദൈവമേ, നീ ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ എന്ന പ്രാർത്ഥന. എൻ്റെ ബലമായ വിശ്വാസം ആധുനിക കാലത്ത് ദൈവമാണ് കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്നത് എന്ന ബോധ്യം നഷ്ടപ്പെടുകയും നമ്മുടെ ശക്തിയും നമ്മുടെ കൈയുടെ ബലവുമാണ് കാര്യങ്ങൾ സാധിപ്പിക്കുന്നത് എന്ന ചിന്ത പ്രബലപ്പെടുകയും ചെയ്തു. അങ്ങനെ ക്രമേണ ഭൗതികതയുടെ അതിപ്രസരണം കാരണം നമ്മുടെയൊക്കെ ദൈവാശ്രയ ബോധം നഷ്ടപ്പെടുകയും ആ സ്ഥാനം ഭൗതിക സംവിധാനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ സങ്കീർത്തനക്കാരൻ നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു എന്ന്. അടുത്തത് പെൺകുട്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളാണ്. വാക്യം 14, ഞാൻ അല്പം വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ കുടിക്ക, നിൻ്റെ ഒട്ടകങ്ങൾക്ക് കൂടി കുടിപ്പാൻ കൊടുക്കാം എന്ന് പറയുന്നവളായിരിക്കണം എൻ്റെ യജമാനൻ്റെ മകന് ഭാര്യയായി വരേണ്ടത്. അതായത് പെൺകുട്ടി മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവളും ഔദാര്യമനസ്കയുമായിരിക്കണം എന്ന് സാരം. ഇന്നത്തെ കാലത്ത് നമ്മുടെ പ്രതീക്ഷകൾ മറ്റ് പലതിലുമായി എന്നതാണ് വാസ്തവം. എല്ലാ ബന്ധങ്ങളും ഭാവിയിൽ ലഭിക്കാവുന്ന ഭൗതിക നന്മകളുടെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ചായി സാമ്പത്തിക ഭദ്രത, വിദ്യാഭ്യാസം, വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യത തുടങ്ങിയവയ്ക്ക് മാത്രം പരിഗണന കൊടുക്കുകയും ബന്ധങ്ങളെ മാനിക്കുകയും വളർത്തുകയും ചെയ്യുക, ഔദാര്യ മനസ്സുള്ളവരാവുക തുടങ്ങിയ ശ്രേഷ്ഠ മൂല്യങ്ങൾക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാതിരിക്കുകയും ചെയ്തു. അതിൻ്റെ പരിണിത ഫലം എന്നോണം ഇന്നത്തെ നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മുതിർന്ന തലമുറയെ സംരക്ഷിക്കാൻ ആളില്ലാതെ വന്നു എന്നതാണ്. അതൊരു വലിയ സാമൂഹ്യ പ്രശ്നമായി വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് വൃദ്ധസദനങ്ങൾ അനവധിയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മാത്രമാണോ, രാജ്യത്തെ നീതിന്യായ കോടതികൾക്ക് വരെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിനായി നിയമനിർമ്മാണം നടത്തേണ്ട സാഹചര്യത്തിലെത്തിയിരിക്കുന്നു. തുടർന്നുള്ള വാക്യങ്ങൾ എലിയാസാറിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ദൈവത്തിൻ്റെ മറുപടിയാണ്.
അദ്ദേഹം ദൈവത്തോട് എന്ത് പ്രാർത്ഥിച്ചോ അതിന് കൃത്യമായ മറുപടി. പെൺകുട്ടിയെക്കുറിച്ച് എന്ത് പ്രതീക്ഷിച്ചോ തൻ്റെ പ്രതീക്ഷകളെ കവിയുന്ന ഉത്തരം. അദ്ദേഹം മനസ്സിൽ കണ്ടതെല്ലാം അക്ഷരം പ്രതി നിറവേർപ്പെടുകയാണ്. 15 മുതലുള്ള വാക്യങ്ങളിൽ അത് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അവ വിവരിക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ അവിടെ വേദപുസ്തക എഴുത്തുകാരൻ രേഖപ്പെടുത്തി വച്ചിട്ടുള്ള അതീവ ഹൃദ്യമായ ഒരു വാചകം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. വാക്യം 16. ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച, അതോടൊപ്പം തന്നെ ആധുനിക സമൂഹത്തെ എൻ്റെ പ്രാപ്തിക്കനുസരിച്ച് വിശകലനം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഒരുപാട് ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാക്യമാണത്. എന്തുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കുന്നു? എൻ്റെ ചിന്തയിൽ റിബേക്കയെക്കുറിച്ച് വേദപുസ്തക എഴുത്തുകാരൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഈ കൊച്ചു വാചകം ഒരു പെൺകുട്ടിക്ക് ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരവും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റുമാണ്. മരുഭൂമിയിൽ പൊരിവെയിലിൽ ആടിനെ മേയിച്ച് വൈകുന്നേരം മടങ്ങി വരുന്ന ഒരു ഇടയ കന്യകയുടെ ഏച്ചുകെട്ടലുകളില്ലാത്ത ഗ്രാമ്യ സൗന്ദര്യത്തെ എഴുത്തുകാരൻ പുകഴ്ത്തുന്നത് അവൾ അതിസുന്ദരിയായിരുന്നു എന്ന് പറഞ്ഞാണ്. പിന്നീട് അദ്ദേഹം പുകഴ്ത്തുന്നത് അവളുടെ സ്വഭാവ ശ്രേഷ്ഠതയെയാണ്. പുരുഷൻ തൊടാത്ത കന്യക എന്ന പ്രയോഗം ഒരുപാട് മാനങ്ങളുള്ള ഒന്നാണ്. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ സമ്പാദ്യം ആരാലും കവരപ്പെടാത്ത അവളുടെ മാനമാണ്. റിബേക്കയ്ക്ക് ഇവിടെ അത്തരം ഒരു സാക്ഷ്യപത്രമാണ് ലഭിക്കുന്നത്. എന്തുകൊണ്ട് ഈ വാക്യം എന്നെ ദുഃഖിപ്പിക്കുന്നു? ആധുനിക സമൂഹം സൗന്ദര്യം എന്ന വാക്കിനെ ഒരുപാട് ദുർവ്യാഖ്യാനം ചെയ്തു എന്നതാണ് വാസ്തവം. സൗന്ദര്യം എന്നാൽ മനുഷ്യൻ പുറമേ കാണുന്ന എന്തോ ഒരു കാര്യമാണ് എന്നും അത് മറ്റുള്ളവരുടെ കാഴ്ചയിൽ ശ്രദ്ധ നേടാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ് എന്നും ധരിച്ചു. അതുകൊണ്ട് ബാഹ്യ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. അതിൻ്റെ ബാക്കിപത്രമാണ് ദേശം മുഴുവൻ പടർന്നു പന്തലിച്ചിരിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളും സൗന്ദര്യവർദ്ധക സ്ഥാപനങ്ങളും. കോടിക്കണക്കിന് രൂപയുടെ വ്യാപാര മേഖലയാണത്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന നിത്യസത്യങ്ങളെ വിസ്മരിച്ചു പോയതാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്നാണ് എൻ്റെ ചിന്ത. ശമൂവേൽ പ്രവാചകൻ പറയുന്നുണ്ട്, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. 1 ശമൂവേൽ 16:7. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു എന്ന്. സദൃശവാക്യങ്ങൾ 31:30. പത്രോസ്ലീഹ പറയുന്നു, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമാകുന്ന മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം. അടുത്ത വാചകം അതിശ്രേഷ്ഠമാണ്, അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. 1 പത്രോസ് 3:3-4 വാക്യങ്ങൾ. രണ്ടാമത്തെ വിഷയം മനുഷ്യൻ്റെ ധാർമ്മിക ബോധത്തിൽ വന്ന ശോഷണമാണ്. ഒന്നിനും വേണ്ടത്ര ഗൗരവം കൊടുക്കാത്ത, എല്ലാം കൈവിട്ടുപോയ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. അരുതാത്ത ബന്ധങ്ങളും അധാർമികമായ പ്രവൃത്തികളും ജീവിത ശൈലിയാക്കി മാറ്റിയിരിക്കുന്ന ഒരു സമൂഹം, പരിപാവനമായി കരുതി സംരക്ഷിച്ചു പോന്നിരുന്ന മൂല്യങ്ങളെല്ലാം നാനാവിധമാക്കി കളഞ്ഞ ഒരു സമൂഹം. നിത്യേന കാണുന്നതും കേൾക്കുന്നതുമായ ഈ തലമുറയുടെ ചെയ്തികൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ സൊദോമിനെയും ഗൊമോറയെയും തോൽപ്പിക്കാൻ പരിശ്രമിക്കുകയാണ് എന്ന് തോന്നിപ്പോകുന്നു. ഇനി നമുക്ക് റിബേക്കയുടെ കുടുംബത്തിലേക്ക് ശ്രദ്ധിക്കാം. ബന്ധങ്ങളുടെ പറുദീസയായ ഒരു കുടുംബം.
22 മുതലുള്ള വാക്യങ്ങളിലൂടെ ഒരു അനുഗ്രഹീത കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ ഇഴയടുപ്പവും ആ കുടുംബത്തിൻ്റെ ആതിഥ്യ മര്യാദയുമൊക്കെ വിളിച്ചോതുന്ന വാക്കുകളാണ് നാം വായിക്കുന്നത്. ചില കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. 1, എലയാസാർ അവൾക്ക് ഒരു പൊൻമൂക്കുത്തിയും 2 പൊൻവളയും സമ്മാനിക്കുമ്പോൾ അവൾ നേരെ പോകുന്നത് അവളുടെ അമ്മയുടെ അടുക്കലേക്കാണ്. അവൾ അമ്മയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. പെൺമക്കൾക്ക് ആശ്രയിക്കാവുന്ന സുരക്ഷിത സ്ഥാനമാണ് അമ്മ. എന്ത് രഹസ്യവും പങ്കുവയ്ക്കാവുന്ന ഒരിടം. അത് ദുഃഖത്തിലായാലും സന്തോഷത്തിലായാലും പെൺമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരമ്മ അറിഞ്ഞിരിക്കുകയും അവർ തമ്മിൽ ശരിയായ ആശയവിനിമയം നടക്കുകയും ചെയ്താൽ ആ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി വളരും. ബന്ധങ്ങളിൽ സുതാര്യത ഇല്ലാത്ത കുടുംബങ്ങളിലെ മക്കളാണ് വഴിപിഴച്ച് പോകുന്നവരിൽ മിക്കവരും. 2, ഈ വിവരങ്ങളെല്ലാം കേൾക്കുകയും തൻ്റെ സഹോദരിയുടെ കയ്യിൽ വളയും മറ്റും കാണുകയും ചെയ്തപ്പോൾ അവളുടെ സഹോദരൻ ലാബാൻ്റെ പ്രതികരണം നോക്കൂ. അവൻ നേരെ ആ പുരുഷൻ്റെ അടുത്തേക്ക് ഓടുകയാണ് വിവരങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ. മുമ്പ് നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ ഇത്തരത്തിൽ ഉത്തരവാദിത്വബോധമുള്ള ഒരു കരുതൽ വ്യക്തികൾക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ കുടുംബ സംവിധാനങ്ങളിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുകയും ബന്ധങ്ങളിലെല്ലാം വലിയ വിള്ളലുകൾ ഉണ്ടാവുകയും കുടുംബകാര്യങ്ങളെല്ലാം അതീവ രഹസ്യമാവുകയും ചെയ്തപ്പോൾ ഇത്തരം അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. 3, പുരാതന സംസ്കാരങ്ങളിലെ ആതിഥ്യ മര്യാദയുടെ മനോഹരമായ ഒരു വിവരണമാണ് പിന്നീട് നാം അവിടെ കാണുന്നത്. മുമ്പ് ചില എപ്പിസോഡുകളിൽ നാം അത് വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. എന്നാൽ അത് വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ പഴയകാല ഓർമ്മകളിലേക്ക് അത് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും എന്നതിൽ തർക്കമില്ല. സുന്ദരങ്ങളായ എത്രയോ ഓർമ്മകളാണ് മനസ്സിൽ ഓടിയെത്തുന്നത്. 4, പഴയ നിയമകാലം പുരുഷ മേധാവിത്വത്തിൻ്റെ കാലമായിരുന്നു എന്നൊക്കെ വാദിക്കുന്നവരുടെയൊക്കെ കണ്ണ് തുറപ്പിക്കേണ്ടുന്ന ഒരു വാചകമാണ് പിന്നെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. എലിയാസാർ തൻ്റെ വരവിൻ്റെ ഉദ്ദേശവും ഇതുവരെ ദൈവം നടത്തിയ വിധങ്ങളും അവരോട് വിവരിച്ച് റിബേക്കയെ ഇസഹാക്കിന് ഭാര്യയായി നൽകണം എന്നപേക്ഷിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു. വാക്യം 57-58. ഞങ്ങൾ ബാലയെ വിളിച്ച് അവളോട് ചോദിക്കട്ടെ എന്ന് അവർ പറയുകയാണ്. അവർ റിബേക്കയെ വിളിച്ച് അവളോട്, നീ ഈ പുരുഷൻ്റെ കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. പെൺകുട്ടിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുകയും അവളുടെ പൂർണ്ണ സമ്മതത്തോടെ വിവാഹ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തെയാണ് നാം ഇവിടെ കാണുന്നത്. തുടർന്ന് അവർ അവളെ അനുഗ്രഹിച്ച് അവൾക്ക് വേണ്ട സംവിധാനങ്ങളുമായി അവളെ പറഞ്ഞയക്കുകയാണ്. 24-ാം അധ്യായം അവസാനിക്കുന്നത് അനുഗ്രഹീതമായ ഒരു വാചകത്തോടെയാണ്. ഇസഹാക്ക് അവളെ തൻ്റെ അമ്മയായ സാറായുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവൻ റിബേക്കയെ പരിഗ്രഹിച്ചു. അവൾ അവന് ഭാര്യയായി തീർന്നു. അവന് അവളിൽ സ്നേഹമായി. ഇനി ശ്രദ്ധിക്കുക, ഇങ്ങനെ ഇസഹാക്കിന് തൻ്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു. ഒരു പെൺകുട്ടി ഭർതൃഭവനത്തിലെത്തിയാൽ എന്ത് സംഭവിക്കണം എന്നതിൻ്റെ അതിമനോഹരമായ ഒരു ഉദാഹരണമായാണ് ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. അതായത് അവളുടെ സാന്നിധ്യം ആ കുടുംബത്തിൻ്റെ ദുഃഖങ്ങളെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അവൾ ചെന്നതോടെ ആ വീട് ഒരു സ്വർഗമായി മാറുകയാണ്. ഭർതൃഭവനത്തിൽ എത്തിക്കഴിഞ്ഞ് അവൾ അവിടുത്തെ സാഹചര്യം നന്നായി മനസ്സിലാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. തൻ്റെ ഭർത്താവ് സ്നേഹനിധിയായ ഒരപ്പൻ്റെയും പുണ്യവതിയായ ഒരമ്മയുടെയും സ്നേഹ കരവലയത്തിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ട വാഗ്ദത്ത സന്തതിയാണ് എന്നും അവൾ മനസ്സിലാക്കുന്നു. കുടുംബത്തിനുള്ളിൽ വ്യക്തികൾ തമ്മിലുള്ള ശരിയായ മനസ്സിലാക്കലുകളാണ് കുടുംബത്തെ
ബന്ധങ്ങളുടെ പറുദീസയാക്കി മാറ്റുന്നത്. 25-ാം അധ്യായം 20-ാം വാക്യം അനുസരിച്ച് ഇസഹാക്ക് വിവാഹം കഴിക്കുമ്പോൾ അവന് 40 വയസ്സാണ് പ്രായം. 21-ാം വാക്യം പറയുന്നു റിബേക്ക മച്ചിയായിരുന്നു എന്ന്. എന്നാൽ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു എന്നാണ്. അവരുടെ ജീവചരിത്രം നമ്മൾ കൃത്യമായി പഠിക്കുമ്പോൾ ഇസഹാക്ക് അവൾക്ക് വേണ്ടി 20 വർഷം പ്രാർത്ഥിച്ചു എന്ന് മനസ്സിലാക്കാം. 24-ാം വാക്യം പറയുന്നു അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ടപ്പിള്ളകൾ അവളുടെ ഗർഭത്തിലുണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം അവർക്ക് ഇരട്ട മക്കളെ ദാനം ചെയ്തു. ഇരട്ടി അനുഗ്രഹങ്ങളാൽ ദൈവം സന്തോഷിപ്പിച്ച, ദൈവം അനുഗ്രഹിച്ച ആ കുടുംബത്തിൻ്റെ സന്തോഷ വാർത്ത ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ ബാക്കി ചരിത്രം പുറകാലെ നമുക്ക് പഠിക്കാം. പുരാതന കാലങ്ങളിലെ വിവാഹ ആലോചനകളും അതിൻ്റെ നടത്തിപ്പും അതിൻ്റെ അനുഭവങ്ങളും ഒക്കെ പഠിച്ചപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയവയും നാം മനഃപൂർവ്വം നഷ്ടപ്പെടുത്തി കളഞ്ഞവയുമായ നല്ല മൂല്യങ്ങളെ തിരിച്ചറിയുന്നതിനും പഴയകാല നന്മകളെ തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതിനും ഈ പഠനം ഉപയുക്തമാവട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പി തോമസ് അച്ഛൻ.